Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിലെ SFIO കുറ്റപത്രം ഗൗരവമായി കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മകളുടെ കമ്പനിക്ക് ലഭിച്ചത് കള്ളപ്പണമല്ലെന്നും കൃത്യമായി നികുതി അടച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിനീഷ് കോടിയേരിയുടേതിന് സമാനമായ കേസല്ല വീണയ്ക്കെതിരെയുള്ളത്. കേന്ദ്ര ഏജൻസിയുടെ ലക്ഷ്യം താനാണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. കേസ് കോടതിയിൽ നേരിടുമെന്നും മാധ്യമങ്ങൾക്ക് വേണ്ടത് തന്റെ രക്തമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രേരിത കേസെന്നായിരുന്നു പാർട്ടിയും അംഗം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സേവനം ചെയ്യാതെയാണ് പണം ഈടാക്കിയെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയത്. കുറ്റപത്രത്തിലുള്ളത് പ്രോസിക്യൂഷൻ അനുമതിയും കൊടുത്തിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ പ്രേരിതെന്ന് പറയാൻ കഴിയും. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിൻ്റെ ശേഷം കാണാം. ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്ന കാണുന്നുണ്ട്. താങ്കളുടെ മകൾ പാർട്ടിയിലുള്ള ആളല്ല, താങ്കളുടെ മകളാണ്. നേരത്തെ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന സമയത്ത് താങ്കളെടുത്ത നിലപാടതിൽ വരട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് താങ്കളുടെ മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ്. അതിലെന്താ ആശ്ചര്യം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അല്ല, ബിനീഷ് കോടിയേരിക്കും താങ്കളുടെ മകൾക്കും രണ്ട് നീതിയാണോ എന്നുള്ളതാണ്. ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CMA ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി അങ്ങേക്കെതിരെ തിരിയുകയാണ്. അപ്പോൾ എങ്ങനെയാണത് പ്രതിരോധി? അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. കോടതിയിലുള്ള കാര്യമാണ്. കോടതിയുടെ വഴിക്കങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ. ശശിധരൻ കർത്തയുടെ കരിമണലുമായി ബന്ധപ്പെട്ടും അത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് CMന് ഈ രീതിയിലുള്ള പരിഗണന ശശിധരൻ കർത്ത മകളുടെ രൂപത്തിൽ കൊടുത്തതെന്നാണ്. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് കോടതിയിലുണ്ട്, കോടതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ CM വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ CM പോയിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്താകെ വലിയ പ്രചരണം നടക്കുമ്പോൾ അതൊന്ന് വിശദീകരിച്ച് പോകുന്നതല്ലേ CM നല്ലത്? കോടതിയിലുള്ള കേസിൻ്റെ മെറിറ്റ് ആ രീതിയിൽ പോയിക്കോട്ടെ. കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്, നിങ്ങളുടെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ. ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് അങ്ങടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അതിന് തയ്യാറാവാത്തതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. പക്ഷേ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRLന് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് സപ്പോർട്ടായിട്ട് ഉയരുകയാണ്. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ? അല്ല, രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങളാരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു, നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ? എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്. ചോദ്യം ഇതാണ്: ലക്ഷ്യം പിണറായി? ഉണ്ണി ബാലകൃഷ്ണൻ വീണ്ടും SFIO ആണ്, ED ആണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വിശദീകരിക്കാൻ ആദ്യം താല്പര്യപ്പെട്ടില്ല. അത് കോടതിയിൽ നടക്കട്ടെ, മാധ്യമങ്ങളുടെ മുന്നിൽ ഇക്കാര്യം വിശദീകരിക്കാനില്ല എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും നമ്മുടെ റിപ്പോർട്ട് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു നിർത്തിയത് എൻ്റെ രക്തമാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ അത്ര എളുപ്പമൊന്നും എൻ്റെ രക്തം കിട്ടില്ല എന്നാണ്. മാത്രവുമല്ല, ഈ കേസിൽ ഇത് എന്തുകൊണ്ട് ബിനീഷ് കോടിയേരിയിൽ നിന്ന് വ്യത്യസ്തമാവുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ പേര് ഈ ഇൻറ്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിൽ വലിച്ചിഴക്കപ്പെട്ടത് കൊണ്ടാണ് പാർട്ടി ഇടപെടുന്നത് എന്ന ന്യായീകരണവും നൽകുന്നു.
ലക്ഷ്യം പിണറായിയോ? ലക്ഷ്യം നിശ്ചയമായും പിണറായി വിജയനാണ്. പിണറായി വിജയൻ മാത്രമല്ല, ഭരിക്കുന്ന CPM ആണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതൊരു രാഷ്ട്രീയ പദ്ധതിയുമാണ്. നമ്മളിപ്പോൾ ഈ കേസിനെ എങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ കേസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? CMRL എക്സാലോജിക് കേസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എക്സാലോജിക് എന്ന് പറയുന്നത് വീണ വിജയൻ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനിയാണ്. ശരിക്കും ഈ എക്സാലോജിക്ക് ഈ പറയുന്ന കേസിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊരു സെൻസേഷണൽ കേസാകുമായിരുന്നു, ഇതൊരു സാധാരണ കേസായി പോകുമായിരുന്നു, അല്ലേ? യഥാർത്ഥത്തിൽ നോക്കൂ, ഇപ്പോൾ CMRലും എക്സാലോജിക്കും തമ്മിലുണ്ടായിട്ടുള്ള ഇടപാടെന്ന് പറയുന്നത് കേവലം 2.5 കോടി രൂപയുടെ ഇടപാട് മാത്രമാണ്. പക്ഷേ ഈ കേസ് എത്ര കോടിയുടെയാണ്? 197 കോടി രൂപയുടെ കേസാണ്. 195 കോടി രൂപയുടെ ഒരു കേസ് മറുവശത്ത് നിൽക്കുമ്പോൾ 2.25 കോടിയുടെ കേസ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമാണ്. കാരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ നടത്തുന്ന ഒരു കമ്പനിയുമായിട്ടുള്ള പണമിടപാടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി തന്നെയാണ്. അത് സ്വാഭാവികമായും ഒരു സെൻസേഷണൽ വാർത്തയാകും. ഇവിടെ 1-2 കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, ബാങ്ക് ത്രൂ ഒരു പണ ഇടപാട് നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആ പണമിടപാട് സുതാര്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ടായാൽ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ മറുപടി നൽകാത്തിടത്തോളം കാലം ബാങ്ക് ത്രൂ ആണ് ആ പണമിടപാട് നടന്നിട്ടുള്ളത് എങ്കിൽ കൂടിയും അത് അഴിമതിയായി മാറാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ കൈക്കൂലിയായിട്ടോ മറ്റ് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ നേടുന്നൊരു പണത്തിന് നികുതി അടച്ചു എന്നുള്ളത് കൊണ്ടും എനിക്ക് ലഭിച്ചിരിക്കുന്ന പണം സുതാര്യമാകുന്നില്ല, ആ പണമിടപാട് സുതാര്യമാകുന്നില്ല. അവിടെയൊക്കെയും ഞാൻ തെളിയിക്കേണ്ടത് എന്ത് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പണം കൈപ്പറ്റി, എനിക്ക് ഈ പണം എത്തിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് എന്നതുപോലെ ഈ വിഷയത്തിൽ വീണ വിജയൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അത് എന്ത് സേവനം നൽകി എന്നുള്ളത് വീണ വിജയൻ കോടതിക്ക് മുമ്പിൽ തെളിയിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, SFIയുടെ കുറ്റപത്രം അനുസരിച്ച് 1.25 കോടിയുടെ എക്സാലോജിക് പണമിടപാട് മാത്രമല്ല, CMRLന്റെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യയിൽ നിന്ന് ഈടോ പലിശയോ കൂടാതെ 77 ലക്ഷം രൂപ കൂടി വീണയുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. അക്കാര്യത്തിലും എന്ത് സേവനം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ പണമിടപാട് നടന്നത് എന്നുള്ള കാര്യം വീണ വ്യക്തമാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം മാധ്യമങ്ങളോടല്ല വിശദീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു കാര്യവും മുഖ്യമന്ത്രി മാധ്യമങ്ങളോടല്ല വിശദീകരിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടാണ് വിശദീകരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ അതിൻ്റെ വസ്തുത അറിയിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോടതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ, അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊള്ളാം എന്ന നിലപാട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ പിണറായി വിജയനെയും CPMനെയും BJP ലക്ഷ്യം വെക്കുന്നു, അഥവാ കേന്ദ്ര ഏജൻസികളിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നതിന് എനിക്കുള്ള കാരണം, BJPയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ പ്രതീക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. ആ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പദ്ധതികളാണ് BJPക്കുള്ളത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വലിയ മുന്നേറ്റം, വലിയ പ്രതീക്ഷ ഈ സംസ്ഥാനത്ത് വെച്ചു പുലർത്താൻ അവർക്കൊരു അടിസ്ഥാനമാകുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ നിന്ന് അവർക്കൊരു MP വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. 20% അവരുടെ വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് 1-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. 8ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് 2-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതല്ല പദ്ധതി, ഡബിൾ ഡിജിറ്റിലെത്തുക എന്നുള്ളതാണ് പദ്ധതി. ആ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിന് അവർക്ക് UDFനെ മാത്രം ദുർബലപ്പെടുത്തിയാൽ പോരാ, അവർക്ക് LDFനെയും ദുർബലപ്പെടുത്തണം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഡൽഹി ഇലക്ഷൻ എന്താ നമ്മൾ സംഭവിച്ചത്? ഡൽഹിയിൽ ഒരുപാട് വെൽഫെയർ സ്കീംസ് അരവിന്ദ് കെജ്രിവാൾ നടപ്പാക്കിയതാണല്ലോ, അല്ലേ? അദ്ദേഹം വിജയിച്ചു വരും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായാലും അരവിന്ദ് കെജ്രിവാളിന് സ്ട്രോങ് ആയൊരു വോട്ട് ബേസ് ഡൽഹിയിലൂടെ നമ്മളെല്ലാം കരുതി. എന്നാൽ എന്താണ് BJP അവിടെ ചെയ്തത്? അവിടെ അദ്ദേഹം ഒരു കണ്ണാടി മാളിക തീർത്തു എന്ന് പറഞ്ഞിട്ട് ശീഷ് മഹലിൻ്റെ 3D ബ്ലോക്കുകൾ ഉണ്ടാക്കി ആ സംസ്ഥാനത്തുടനീളം പ്രചാരണം നടത്തിയെന്ന് മാത്രമല്ല, 2000 കോടിയുടെ ഒരു അതിശക്തമായ അഴിമതി ആരോപണം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുണ്ടാക്കി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ആ കേസിൻ്റെ സ്ഥിതി എന്തായിപ്പം? എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ അത് അതിൻ്റെതായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കി. അഴിമതി എന്ന് പറയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അഴിമതിക്കെതിരാണ്. പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ ഏതെങ്കിലും നിലവാരത്തിലുള്ള അഴിമതി പ്രശ്നത്തിൽ ഇൻവോൾവ് ആയാൽ അതിനോടുള്ള പ്രതിഷേധം ശക്തമാണ്. അതിൻ്റെ ശരിതെറ്റുകൾക്കപ്പുറത്ത് അതൊരു സംശയം ദൃഢീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ സംശയം രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വരുന്നൊരു സംശയമായി നിൽക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന ഡൽഹി എപ്പിസോഡ് അവിടെ അവസാനിച്ചില്ലല്ലോ, അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഡൽഹിയിലെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട കേസിലെ മറ്റൊരു പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിയുടെ പേര് കവിത റാവു എന്നായിരുന്നു. അതായത് തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളാണ് കവിത റാവു. 2024 തെലങ്കാനയിലെ ലോക്സഭാ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? 8 സീറ്റുകളിലാണ് BJP അവിടെ വിജയിച്ചത്. ആരെയാ തകർത്തത്? TRSനെയാണ് തകർത്തത്.
എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. 2023 തെലങ്കാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് വിജയിച്ചു വന്നത്, വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് വിജയിച്ചു വന്നത്. രണ്ടാമത്തെ പാർട്ടി TRS ആയിരുന്നു. എത്രയായിരുന്നു BJPയുടെ അക്കൗണ്ട്? അവിടെ 8 MLA-മാരാണ് ഉള്ളത്. 8 MLA-മാരെ ഉള്ളന്നേ. 2023 നിന്ന് 2024 വരുമ്പം 8 MP-മാരുണ്ടായി. 8 MLA-മാർ അവിടെ കിടക്കുന്നു, 8 MP-മാർ അവിടെ കിടക്കുന്നു. അവിടെ TRS-നെ ഇല്ലാതാക്കി ഈ അഴിമതി ആരോപണത്തിൽ എന്താ പ്രശ്നം? മുഖ്യമന്ത്രിയുടെ മകളാണ് അഴിമതിക്കാരിയായിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മകൾ ഡൽഹിയിൽ കച്ചവടം നടത്തുകയായിരുന്നു എന്നാണ് BJP അവിടെ പ്രചാരണം നടത്തിയത്. ഇതൊക്കെ നല്ല ഉദാഹരണങ്ങളല്ലേ? ഈ രീതിയിൽ രാഷ്ട്രീയ പദ്ധതികൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെയും കേന്ദ്ര ഏജൻസിയുടെ വഴി ആളുകളെ പിടിച്ചകത്തിട്ടും ഒക്കെ നന്നായി വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമുണ്ടെന്നേ BJPക്ക്. തൃശ്ശൂർ നല്ല ഉദാഹരണമല്ലേ? കരുവന്നൂരിൻ്റെ ഇഫക്റ്റ് ചെറുതാണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തത് അത് ദോഷം ചെയ്തത് കോൺഗ്രസിനാണെങ്കിലും നഷ്ടപ്പെട്ടത് കോൺഗ്രസിൻ്റെ സീറ്റാണെങ്കിൽ പോലും നേട്ടമുണ്ടാക്കിയത് BJP ആണ്. കരുവന്നൂർ എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് നന്നായി കത്തിച്ചില്ലേ? ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിലൊക്കെ എത്ര റിപ്പോർട്ടുകളാണ് നിരന്തരം എന്നോണം മാധ്യമങ്ങളിലേക്ക് ഇടിയിൽ നിന്ന് എത്തിക്കൊണ്ടിരുന്നത് അല്ലേ? ഇപ്പം എന്താ അതിൻ്റെ സ്ഥിതി? ഇന്നിപ്പോൾ കെ രാധാകൃഷ്ണൻ അവിടെ പോയി ഹാജരായി, ഇന്നലെ പോയി എന്നുള്ളത് കൊണ്ടൊരു വാർത്തയുണ്ട്. അല്ലെങ്കിൽ കരുവന്നൂർ നിശബ്ദമായില്ലേ? പക്ഷേ കരുവന്നൂർ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു, അത് ഗംഭീരമായിട്ട് അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതെല്ലാം നല്ല പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ചിട്ടുള്ളൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ അവർ പയറ്റാനിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് UDF-നെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, LDF-നെയും ദുർബലപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥിതി എന്താ? തിരുവനന്തപുരത്ത് അവരാരെയാണ് ദുർബലപ്പെടുത്തിയത്? LDF-നെയാണ് ദുർബലപ്പെടുത്തിയത്. നിങ്ങൾ 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയോ. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴക്കൂട്ടത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? BJP ആണ്. 2-ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. അതേപോലെ തന്നെ വട്ടിയൂർക്കാവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? BJP ആണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് UDF ആണ്. അതേപോലെ നേമത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ആണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന UDF ആണ്. ബാക്കി 4 മണ്ഡലങ്ങളും, അത് പാറശാലയുണ്ട്, കോവളമുണ്ട്, തിരുവനന്തപുരമുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലും 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് ആ സീറ്റ് പിടിക്കാൻ പറ്റിയത്, ലോക്സഭാ സീറ്റ് പിടിക്കാൻ പറ്റിയത്. അവിടെയൊക്കെ 2-ാം സ്ഥാനത്ത് ആരാണ്? BJP ആണ്. 3-ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത് LDF എന്ന് പറയുന്നത്. അപ്പോൾ LDF-നെ ദുർബലപ്പെടുത്തേണ്ടതുണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം. തൃശ്ശൂർ നേരെ തിരിച്ച സ്ഥിതി എന്താണ്? 7 മണ്ഡലങ്ങളിലപ്പം 3-ാം സ്ഥാനത്ത് പോയി. 7 മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്ത് പോയി LDF. ഇനി തൃശ്ശൂർ എന്താ സ്ഥിതി? തൃശ്ശൂർ ഒരു മണ്ഡലത്തിൽ, ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് UDF നേട്ടം ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം. ബാക്കി 6 മണ്ഡലങ്ങളിലും BJP ആണ് 1-ാം സ്ഥാനത്ത്. തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും LDF പിന്നിൽ പോയി. LDF 3-ാം സ്ഥാനത്തേക്ക് പോയി, UDF അവിടെ 2-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ 2 മുന്നണികളെയും ദുർബലപ്പെടുത്തുക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. BJP അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF-നെ ഇവർ ഓൾറെഡി ദുർബലപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അല്ലേ UDF-നെ സംബന്ധിച്ചിടത്തോളം. ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന് നല്ലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അതിൻ്റെ തെളിവല്ലേ തൃശ്ശൂരെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ചെയ്ത വഴി നിശ്ചയമായിട്ടും UDF ദുർബലപ്പെട്ടിട്ടുണ്ട്. ആ UDF ദുർബലപ്പെട്ടാൽ മാത്രം പോരെന്നേ BJPക്ക് ജയിച്ചു വരാൻ. BJPക്ക് ജയിച്ചു വരണമെങ്കിൽ LDF-ഉം ദുർബലപ്പെടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുക? CPM-നെ ലക്ഷ്യം വെക്കണം. CPM-നെ ലക്ഷ്യം വെക്കണമെങ്കിൽ എന്താ വേണ്ടത്? പിണറായി വിജയനെ ലക്ഷ്യം വെക്കണം. പിണറായി വിജയനെ ലക്ഷ്യം വെക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് ഈ എക്സാലോജിക് CMRL കേസിനെ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നാൽ അതൊരു രാഷ്ട്രീയ പകപോക്കലെന്നോ രാഷ്ട്രീയ ആരോപണം എന്നൊക്കെ പറയാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയാണ് ഇതിനകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ വലുതാണ്. പെട്ടെന്നൊരു സംശയം ഉണ്ടാകും ആൾക്ക്, അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകും. അത്തരത്തിലൊരു തോന്നലുണ്ടായാൽ അതിൻ്റെ ഇമേജ്, ആ ബാഡ് ഇമേജിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ? അത് നിശ്ചയമായിട്ടൊരു ആൻറ്റി ഗവൺമെൻറ് ടെൻഡൻസി ഉണ്ടാക്കുന്നേ. അത് ആ മുന്നണിയെ ദുർബലപ്പെടുത്തും. ആ മുന്നണിയിൽ നിന്നും കൂടി വോട്ട് കിട്ടിയാലേ BJPക്ക് ജയിച്ചു വരാൻ പറ്റുള്ളൂ. UDF-ന്റെ മാത്രം വോട്ട് പിടിച്ചുകൊണ്ട് BJPക്ക് ജയിച്ചു വരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, UDF-ന്റെ വോട്ട് ഒന്നടങ്ങും BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും പോകുന്നില്ല. അപ്പം എല്ലായിടത്തു നിന്നും വോട്ടുകൾ സമാഹരിക്കണമെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ പദ്ധതി ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ട് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വെക്കുകയാണ്, CPM-നെ ലക്ഷ്യം വെക്കുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് കൂടി ഞാൻ ഈ നീക്കത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മറുപടി ഈ വിഷയത്തിൽ പിണറായി വിജയനും അതുപോലെ തന്നെ CPM-ഉം BJPയുടെ ലക്ഷ്യമാണ് എന്ന് തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലക്ഷ്യം പിണറായിയോ എന്നാണ് ചോദ്യം. സ്മൃതി, ലക്ഷ്യം പിണറായിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവരങ്ങനെ വരുമ്പോഴും നമുക്കിവിടെ പ്രതിരോധിക്കാൻ എന്തുണ്ട് ആയുധം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ജനം കാത്തിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്താണ് മറുപടി പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്മേൽ ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നു. ഇത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം കണ്ടിട്ടില്ല. അപ്പോൾ വാർത്താസമ്മേളനം വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അത് പറയും എന്നുള്ള പ്രതീക്ഷയിൽ അവസാന നിമിഷം വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓരോ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് പറഞ്ഞു, പുല്ലിന് വെള്ളം നൽകുന്നതിനെ പറ്റി
പറഞ്ഞു, വെയിലത്ത് വളർത്തുമൃഗങ്ങളെ പുറത്തേക്ക് വിടരുത് എന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ അവസാനമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതല്ലാതെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടാൻ വരുന്നു എന്നൊരു പ്രതികരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയാൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണല്ലോ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇത് ED വരാൻ പോകുന്നു, അതിന് പിന്നാലെ CBI വരണമെന്ന ആവശ്യം കൂടി ഷോൺ ജോർജ് മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരികയാണ്. CMRലിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു, ആവശ്യം സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയും വന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി വരും എന്ന് പ്രതീക്ഷിച്ചു. ഈ കേസ് വന്ന ഘട്ടത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ചുറ്റും അണിനിരന്നിരുന്നു. MV ഗോവിന്ദന്റെ പ്രതികരണം അടക്കം വന്നാണ് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന രൂപത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിന് തന്നെ അനുഭവമുണ്ട്. അത് സ്വർണ്ണക്കടത്ത് കേസിലായാലും കരുവന്നൂർ കേസിലായാലും അനുഭവമുണ്ട്. കരുവന്നൂരിലാണെങ്കിലും ഒരു കേസുണ്ട് എന്നുള്ളതാണ്. ആ കേസിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിൽ ആരൊക്കെ പ്രതി ചേർക്കാൻ പോകുന്നു എന്നിടത്താണ് അതിലെ രാഷ്ട്രീയം നിൽക്കുന്നത്. ആ രാഷ്ട്രീയം കൃത്യമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ K. രാധാകൃഷ്ണൻ അടക്കം ചോദ്യം ചെയ്യൽ അവിടെ ഹാജരാകുമ്പോൾ അദ്ദേഹത്തിന് സ്വത്ത് ഈ തരത്തിൽ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വരെ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ ഈ കേരളത്തിന് അറിയാവുന്നതുകൊണ്ട് ഈ കേരളം അത് വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇന്ന് മൊഴി കൊടുത്ത ദിവസം കൂടിയാണ്, ഇന്ന് അതിൻ്റെ വിശദാംശങ്ങൾ വന്ന ദിവസം കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. പിണറായി വിജയൻ എന്ത് മറുപടി പറയുന്നു എന്നാണ് പ്രധാനം. അപ്പോൾ അദ്ദേഹം ഇന്ന് വളരെ ക്ഷോഭത്തോടു കൂടി തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ച് എന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസികളെ പറ്റി നല്ല ധാരണയുണ്ടല്ലോ, അതും വെച്ച് നടക്കൂ എന്ന് പറയുന്നു. എൻ്റെ രക്തം ആഗ്രഹിക്കുന്നവരാണെന്ന് പറയുന്നു. ഈ മാസപ്പടി എന്ന പ്രയോഗം നടത്തിയ മനോരമയെ പലതവണയായി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാ മാധ്യമങ്ങളെയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കുന്ന രീതി അതായിരുന്നു. പിന്നെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്നു, തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു, എൻ്റെ രാജിയാണ് നോക്കുന്നതെന്ന് പറയുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ നമ്മുടെ പ്രസാദ് ചോദിക്കുന്നുണ്ട്, അതിൽ ഒരു വ്യക്തത വന്നാൽ എന്താണ് ആ സേവനമെന്നോ വ്യക്തമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരുന്നില്ലല്ലോ. ഈ പറയുന്ന പിണറായി വിജയനെ കുരുക്കാൻ നോക്കുന്നവർക്ക് അതിനുള്ളൊരു കൃത്യമായ മറുപടി ആവുകയാണല്ലോ. മുഖ്യമന്ത്രിക്ക് വളരെ ഷാർപ്പായി മറുപടി പറയാൻ അറിയുന്ന ആളാണ്. അങ്ങനെ ഒരു മറുപടി അദ്ദേഹം പറയുന്നില്ല എന്നാണ്. അതേസമയം ഒരു ചോദ്യം അതും പ്രസാദ് ചോദിക്കുന്നുണ്ട്. അതായത് ഈ കോടിയേരിയുടെ മകനും പിണറായി വിജയൻ്റെ മകൾക്കും രണ്ട് നീതിയാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതങ്ങനെ പുറത്ത് ഉയർന്നിരുന്നൊരു ചോദ്യമാണല്ലോ. ആ ചോദ്യം ഇന്ന് അദ്ദേഹത്തിന് മുന്നിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതങ്ങനെയല്ല, അതിൽ കോടിയേരിയുടെ പേര് പറഞ്ഞിരുന്നില്ല, ഇതിൽ തന്നെ അതിൽ ഉൾപ്പെടുത്തുന്നു. അതാണല്ലോ SFIയുടെ കേസിലുള്ളത്. പേര് പറയുന്നു എന്നുള്ളതാണ്. പേരല്ല, പ്രോമിനന്റ് ലീഡർ എന്നാണ് പറയുന്നത്. പക്ഷേ വീണയാണല്ലോ, വീണയുടെ പേര് പറയുമ്പോൾ സ്വാഭാവികമായത് പിണറായി വിജയനിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അന്ന് കോടിയേരി മാത്രമാണ് അതിൽ എന്ത് ശിക്ഷ വേണമെങ്കിലും കിട്ടട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടട്ടെ എന്ന പ്രതികരണം കോടിയേരി നടത്തി. അന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യം, അന്വേഷണ ഏജൻസിയുടെ പക്കൽ എന്താണ് ഉള്ളതെന്ന് അവർക്കല്ലേ അറിയൂ. അപ്പോൾ എന്തോ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അന്വേഷിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്കല്ലേ അറിയൂ. അതിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. കൃത്യമായ അകലം പാലിക്കുന്നു. അതിൽ അവരുടെ കുടുംബം പറയും, അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് വളരെ സുവ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് അന്വേഷണ ഏജൻസികളുടെ പക്കൽ എന്തോ ഉള്ളതുകൊണ്ടാണ് വരുന്നത് എന്ന് തോന്നൽ ഉളവാക്കുന്ന രീതിയിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുന്നു. ഇന്നാകുമ്പോൾ അന്വേഷണ ഏജൻസികൾ കൃത്യമായി വേട്ടയാകുന്നു. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ആ പഴയ ബൈറ്റുകൾ ഇങ്ങനെ എയറിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്തിയാൽ മതി. എന്താണ് ആ സേവനം എന്നതിൽ വീണയും വ്യക്തത വരുത്തിയില്ല. വീണ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല. വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനോട് ഈ ചോദ്യങ്ങൾ, മന്ത്രിയാണല്ലോ, അദ്ദേഹത്തോടും ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, GST തെളിവുകളുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ SFI അന്വേഷിക്കുന്നത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇതൊക്കെ പരിശോധിച്ച ശേഷം, വീണയിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം ഒക്കെയാണല്ലോ ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ആ കുറ്റപത്രത്തിൽ പറയുന്നു ഈ സേവനത്തിന് തെളിവില്ല എന്ന്. മാത്രമല്ല ഈ CMRലിൻ്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്നും ആദ്യഘട്ടത്തിൽ ആ സേവനത്തെക്കുറിച്ചൊരു സേവനം നൽകിയില്ല എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയും അതിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുന്നു, അത് കോടതിയിലെത്തി ഇതൊക്കെ തെളിയിക്കപ്പെടുന്നു, അതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഈ EDയുടെ അന്വേഷണത്തിൽ തന്നെ 198 കേസുകൾ 2 എണ്ണത്തിൽ മാത്രമേ ശിക്ഷ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കേന്ദ്ര ഏജൻസികൾ വരുന്നത്? ഇന്നലത്തെ കേസ് തന്നെ നോക്കൂ. ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതി ഗവർണർമാരോട് രാഷ്ട്രീയം കളിക്കരുതെന്ന് കൃത്യമായി പറയുകയാണ്. അപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എങ്കിൽ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്തുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുന്ന സുപ്രീം കോടതി ഇവിടെയുണ്ട്. അതിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കോടതിയുടെ വഴിക്ക് കാര്യങ്ങൾ അത് മുന്നോട്ട് പോകട്ടെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടിയും ആ രൂപത്തിൽ അതിൽ പ്രതികരിക്കണമായിരുന്നു. അതൊരു വ്യക്തിയുടെ കാര്യമാണെന്നും ആ വ്യക്തി ആ കാര്യം നോക്കിക്കൊള്ളുമെന്നും മുഹമ്മദ് സലീം പറഞ്ഞ പോലെ വ്യക്തി ആ കാര്യം നോക്കിക്കൊള്ളുമെന്നും അതിൽ പാർട്ടിക്ക് കാര്യമില്ല എന്നും പറയാമായിരുന്നു. അങ്ങനെയല്ല ചെയ്തത്. ഇത് രാഷ്ട്രീയ വേട്ട എന്ന് ആദ്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ വേട്ട
മറുപടി പറയണം, ആ സേവനം എന്താണെന്ന് ജനത്തോട് പറയണം. ജനത്തോട് പറയാൻ ഒരു ബാധ്യതയുമില്ല എന്നൊരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഇത് ഈ പറയുന്ന ഈ എതിരാളികൾക്ക് രാഷ്ട്രീയ വേട്ട നടത്തുന്നവർക്കുള്ള മറുപടിയല്ല. ഇവിടെ അദ്ദേഹത്തെ ജയിച്ച് മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന ജനം കാത്തിരിക്കും. രണ്ടാം പിണറായി സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. മൂന്നാം പിണറായി സർക്കാരിനുള്ള പ്രതീക്ഷകളും ആത്മവിശ്വാസമോടെ അവർക്ക് പ്രകടിപ്പിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി സുവ്യക്തമായ മറുപടി നൽകേണ്ടതാണ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ മറുപടി പറയാൻ ഇവിടെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയാം. ഇനി ഈ പറയുന്ന ഈ BJP-യുമായി ബന്ധപ്പെട്ട് BJP-യും CPM-ഉം തമ്മിലുള്ള ഒത്തുകളി എന്നുള്ളതാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം ഇവിടെ നിൽക്കണം എന്നുള്ളതിൽ ഒരു വ്യക്തത കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ അന്വേഷണം SFI അന്വേഷണം വരുന്ന ഘട്ടത്തിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിക്കുന്നു. നമുക്കറിയാം, മാത്യു കോഴനാടൻ കോടതിയിൽ പോയി, അവിടെ കോടതിയിൽ വിജിലൻസ് അന്വേഷണത്തിൽ കോടതിയിൽ പോയി അവിടെ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഇത് ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണം പോലെ തന്നെ സ്വർണ്ണക്കടത്ത് അന്വേഷണം ഏറ്റുപിടിച്ച് ദിവസം എന്ന പോലെ വാർത്താസമ്മേളനം നടത്തിയാണല്ലോ പ്രതിപക്ഷം. എന്നിട്ട് അവസാനം എന്തുണ്ടായി? തുടർഭരണമുണ്ടായി. അതുകൊണ്ട് ഇത് ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ ഇനിയും മൂന്നാം പിണറായി ഭരണം വരുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് അവരത് മാറി നിന്ന് നിരീക്ഷിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പിണറായി വിജയൻ നടത്തിയ പ്രതികരണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളാപ്പള്ളി എന്ന വർഗീയ നിലപാട് പ്രതികരിച്ചിരിക്കുന്ന ഇവിടുത്തെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മലപ്പുറത്ത് ജനങ്ങൾക്ക് ശ്വാസം മുട്ടുകയാണ്, ഞങ്ങളുടെ സമുദായത്തിന് ശ്വാസം മുട്ടുകയാണ്, അവിടെ മുസ്ലിങ്ങൾ കാരണം ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയെ തിരുത്താൻ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് ഇരിക്കാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പകരം പറഞ്ഞത് കരുതലോടെ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. അത് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വിശദീകരിച്ചത് എന്താണ്? മുസ്ലിം എന്നുള്ളത് മുസ്ലിം ലീഗാക്കി. മുസ്ലിം ലീഗാണെങ്കിലും തന്നെ ഒരു മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ പ്രധാനപ്പെട്ട പാർട്ടിയായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആർക്കാണ് അവിടെ ശ്വാസം മുട്ടുള്ളത്? ആർക്കും അവിടെ ശ്വാസം മുട്ടില്ല. അത് പിണറായി വിജയനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ വർഗീയ നിലപാട് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇവിടെ BJP-ക്ക് വളമൊരുക്കി കൊടുക്കുന്ന, മണ്ണൊരുക്കി കൊടുക്കുന്ന നേതാവിനെ തള്ളിപ്പറയാത്ത പിണറായി വിജയൻ എന്ത് തരത്തിലാണ് വർഗീയ ഫാസിസ്റ്റുകളോട് യുദ്ധം ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം നൽകുകയാണ്. ലക്ഷ്യം പിണറായിയോ എന്നതായിരുന്നു ചോദ്യം. ലക്ഷ്യം പിണറായിയെ തന്നെയാണ്. ലക്ഷ്യം വയ്ക്കുന്നത് ഇടത് സർക്കാരിന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായിയുടെ രക്തവും ഇടത് സർക്കാരിൻ്റെ മാംസവും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ നേതൃത്വത്തിലുള്ള രണ്ടാം തിരക്കഥ നമ്മളിപ്പോൾ കാണുന്നത്. സാധാരണ നമ്മൾ ലൂസിഫറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് എമ്പുരാൻ എന്ന് പറയുമെങ്കിൽ സ്വർണ്ണക്കടത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നിലവിൽ ഈ മാസപ്പടി വിവാദം വിത്തിൻ ഇൻവേർട്ടഡ് കോമ. ഞാൻ ആ വാക്കിനോട് വ്യക്തിപരമായി യോജിക്കാത്ത ഒരാളാണ്. കാരണം അതൊരു മീഡിയ ഉപയോഗിച്ചൊരു വാക്കാണ്. അത് എത്രത്തോളം നിലനിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ വാക്ക് തന്നെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തിയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയം. രണ്ട്, ഈ വിഷയത്തിലെ നിയമപരമായ ഒരു കുരുക്കിൽ ഇപ്പോൾ SFIO തന്നെ ചെന്നുപെട്ടിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് BJP-യുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ED ഉപയോഗിച്ച് നടക്കുന്ന തിരക്കഥയ്ക്ക് SFIO സംവിധാനമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തിരക്കഥയും സംവിധാനവും ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിനുള്ള ഒരു വലിയ ചൂണ്ട കൂടിയാണ് എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷം കൊത്തുമോ എന്നതാണ് ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. പ്രതിപക്ഷം ഇപ്പോൾ ഒരകലം പാലിച്ചിട്ടുണ്ട്, ആരോഗ്യകരമായ അകലം പാലിച്ചിട്ടുണ്ട്. കെ സുധാകരൻ പറഞ്ഞ കാര്യമായിട്ട് എടുക്കേണ്ട, എമ്പുരാനെക്കുറിച്ചും കെ സുധാകരൻ മറ്റെന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഒരു അകലം പാലിക്കുന്നതിൻ്റെ കാരണം ഇത് സ്വർണ്ണക്കടത്ത് പോലെ ബൂമറാങ് ആകുമോ, ഡോളർ കടത്ത് പോലെ ബൂമറാങ് ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിരിയാണി ചെമ്പും ഖുറാനിലെ സ്വർണ്ണക്കടത്തും ഇതെല്ലാം ചർച്ച ചെയ്ത് അവസാനം ലൈഫ് മിഷൻ വരെ എത്തി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം തിരിച്ചടിയായി ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാൾ മികച്ച പെർഫോമൻസോടുകൂടി രണ്ടാം പിണറായി സർക്കാർ വരുന്നത് ഒരു പാഠമായി പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ തിരക്കഥ അതേപടി ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്താണോ തെലങ്കാനയിൽ കണ്ടത്, എന്താണോ ഡൽഹിയിൽ കണ്ടത്, സമാനമായ സാഹചര്യത്തിൽ BJP-ക്ക് വളമൊരുക്കുന്നതായിരിക്കും. കാരണം പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടെന്നേ. നിലവിൽ നമ്മുടെ രാജ്യത്ത് 50 മണിക്കൂർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. ഏത് വിഷയത്തിലാണ്? നാഷണൽ ഹെറാൾഡ് കേസിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ 781 കോടി രൂപ ED അറ്റാച്ച് ചെയ്തൊരു കേസിൽ 90 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി 80 മണിക്കൂർ ED ഓഫീസിൽ ഇരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. നാളെ ഈ വിഷയങ്ങളെല്ലാം മുൻപിൽ വരും. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
ഇതേ വിഷയം കേരളത്തിന് പുറത്ത് ED ഒരു കേന്ദ്ര ഏജൻസിയായി മാറുന്നു. ആ കേന്ദ്ര ഏജൻസി ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് ED ഉപയോഗിക്കുന്നു എന്നതായി മാറുകയും കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് സൈറ്റഡായി അഥവാ ഹ്രസ്വദൃഷ്ടിയിൽ അധികാരം എന്നൊരൊറ്റ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് EDയെ ഈ കേസ് ന്യായമായി അന്വേഷിക്കുന്ന ഏജൻസിയായി കോൺഗ്രസിന് കണക്കാക്കാൻ കഴിയില്ല. അത് കോൺഗ്രസിന് തന്നെ ഒരു വലിയ ബൂമറാങ്ങായി മാറും എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഈ തിരക്കഥയും ഈ ചൂണ്ടയും യഥാർത്ഥത്തിൽ വെച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം അതിൽ കൊത്തിയാൽ പ്രതിപക്ഷത്തിന് അതിലൊരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന് പുറത്ത് ED എന്നുള്ളത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവുകയും കേരളത്തിന് പുറത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇനിയും മറുപടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തെ അടക്കം മുൻനിർത്തിക്കൊണ്ട് അന്നെടുത്ത നിലപാടുകൾ കോൺഗ്രസിന് തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഓർമ്മിക്കണം, അന്ന് രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് CPM എടുത്തിരുന്ന നിലപാട് രാഹുൽ ഗാന്ധി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതല്ല, EDയെ പൊളിറ്റിക്കലായി വേട്ടയാടുന്നു എന്നുള്ളതും അവർ പ്രോസസ്സിനെ തന്നെ പണിഷ്മെന്റാക്കി മാറ്റുകയാണ് ED എന്ന രാഷ്ട്രീയ നിലപാടെടുത്ത പാർട്ടിയാണ് CPM. എന്നാൽ ആ വിഷയത്തിൽ ആ മാന്യത തിരിച്ച് CPMനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് കാട്ടുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത് ഒരവസരം നോക്കി ഈ ഒരു മുതലെടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. ഇനി ഞാൻ ഈ കേസിലെ മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് കൂടി പറയാം. എന്താണ് ഈ കേസിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ലീഗൽ ആംഗിൾ എന്ന് പറയുന്നത്? എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്ന് ഡൽഹി കോടതിയിൽ വളരെ ശക്തമേറിയ വാദപ്രതിവാദങ്ങൾ നടന്നു. കപിൽ സിബലും രാജുവും സോളിസിറ്റർ ജനറലും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എനിക്കൊന്ന് നമ്മളെല്ലാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിലും വേണ്ടത്ര സ്ട്രെസ് അതിന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ വിധിയുടെ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കേസ് ഇവിടെ എഴുതപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. SFIOയുടെ ഈ നീക്കം തുടക്കത്തിൽ തന്നെ പാളുന്നു. ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല തിരക്കഥയായിരുന്നു സ്വർണ്ണക്കടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്തിൻ്റെ അത്ര പോലും നിലനിൽക്കാത്ത ദുർബലമായ തിരക്കഥയുമായിട്ടാണ് ഈ രണ്ടാമത്തെ സീക്വൻസ്, രണ്ടാമത്തെ രംഗം ED എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 2/9/2024 കഴിഞ്ഞ 2024 9-ാം മാസത്തിൽ 2-ാം തീയതി അന്ന് ജസ്റ്റിസ് ആയിരുന്ന സുബ്രഹ്മണ്യ പ്രസാദ് എന്ന് പറയുന്ന അന്നത്തെ ജസ്റ്റിസിനോട്, അന്നത്തെ ജഡ്ജിയോട് SFIO ഒരു വാക്ക് കൊടുത്തിരുന്നു. എന്തായിരുന്നു വാക്ക്? SFIOയോട് ഈ ജഡ്ജി തന്നെ പിന്നീട് ഒരു ഓറൽ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഓറൽ ഡയറക്ഷൻ ഇതായിരുന്നു: ഈ കേസിൽ അന്തിമമായി വിധി വരുന്നതുവരെ, അതായത് CMRലും SFIOയുമായി ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ അന്തിമവിധി വരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരന്വേഷണത്തിൻ്റെയും റിപ്പോർട്ട് ഒരു കോടതിയിലും സമർപ്പിക്കില്ല എന്നുള്ളതായിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർക്ക് കുറ്റപത്രം റിപ്പോർട്ട് എന്നാണ് പറയുക. റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നുള്ളതായിരുന്നു SFIക്ക് കൊടുത്ത, അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളതായിരുന്നു SFIക്ക് ഡൽഹി ഹൈക്കോടതി കൊടുത്ത വാക്കാലുള്ള നിർദ്ദേശം. കൊടുത്തത് സുബ്രഹ്മണ്യ പ്രസാദ് എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജിയാണ്. ഇത് ഇന്ന് കപിൽ സിബൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് അറ്റോർണി ജനറലിന്റെ നിലപാടെന്താ? ഓർമ്മയില്ല എന്നുള്ളതാണ്, കേട്ടിട്ടില്ല, അറിയില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഈ കേസ് ബെഞ്ച് മാറുന്നത്. ബെഞ്ച് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയ സുബ്രഹ്മണ്യ പ്രസാദിന്റെ കോർട്ടിലേക്ക് പോയിരിക്കുക. ആ സുബ്രഹ്മണ്യ പ്രസാദ് പഴയ ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് പോയിരിക്കുക. ഇന്ന് അദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ജഡ്ജിലേക്ക് പോകുമ്പോൾ ഈ കേസ് വളരെ അതിന്റെ ആന്റി ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 22-ാം തീയതി കേസ് വാദം കേട്ട് തുടങ്ങുമ്പോൾ അന്ന് SFIക്ക് കൊടുത്ത ഓറൽ ഡയറക്ഷനെ ധിക്കരിച്ചുകൊണ്ട് 2025 മാർച്ച് മാസം 29-ാം തീയതി കുറ്റപത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അതിനുശേഷം ഒരുങ്ങുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ കുറ്റപത്രം കൊടുത്തു എന്ന വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഡൽഹി ഹൈക്കോടതിയുടെ ഓറൽ ഡയറക്ഷനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് SFIO നടത്തിയിരിക്കുന്നത്. ഇതാണ് ഇനി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഇത് ഈ വരുന്ന 22-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരും. അവിടെ താങ്കൾ പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്നറിയാം. നിങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. അതായത് SFIOയ്ക്ക് എന്താണ് SFIOയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്? ഞാൻ അതിനൊക്കെ വരുന്നത് ഞാൻ ഈ വരുന്നത് ഇത് എങ്ങനെ ധിക്കരിക്കാൻ തോന്നി എന്നുള്ളതാണ്. ഇന്നത്തെ കേസിൽ ഏറ്റവും നിർണായകമായ ഡൽഹി ഹൈക്കോടതി ഒരു ഓറൽ ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. CMRൽ മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷികളിൽ അത് 4ാമത്തെ റെസ്പോണ്ടൻ്റാണ് വീണ വിജയൻ്റെ എക്സാലോജിക്ക്. ആ 4ാമത്തെ റെസ്പോണ്ടൻ്റായ വീണ വിജയനെതിരെയും ഈ പറയുന്ന ഈ കേസ് അന്തിമ തീരുമാനമാകുന്നതുവരെ ഒരു റിപ്പോർട്ട് ഒരു കോടതിയിലും സമർപ്പിക്കാൻ പാടില്ലെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കൊച്ചി എക്കണോമിക് ഒഫൻസ് കോടതിയിൽ SFIO റിപ്പോർട്ട് കൊടുത്തത്? എന്താണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയത്? എന്താണത് വലിയ വാർത്തയായി മാറിയത്? ആ വാർത്തയുടെ ചുവട് പിടിച്ച് ED വരുന്നു എന്ന വാർത്ത ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ED അതിൽ വന്നേക്കാൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വാർത്ത പോലെ. കാരണം ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിൽ ഒരു റിപ്പോർട്ട് SFIO കൊടുത്താൽ ആ റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ EDക്ക് വരാനുള്ള എല്ലാ പഴുതുമുണ്ടാവുന്നു എന്നുള്ളതാണ്. CBIയും വരണം എന്നുള്ളതാണ്. എല്ലാം വരണം. ഇനി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരണം, SFIOയുടെ റിപ്പോർട്ട് പിന്നെ
പിന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഡിക്കും CBIക്കും ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. അപ്പൊ നിലവിൽ നോക്കൂ, കോടതിയാണോ അത് ആവശ്യപ്പെട്ടത് രഹസ്യമാക്കി വെക്കണം? SFI അങ്ങോട്ട് പറയല്ലേ? അല്ലല്ല, ഓറൽ ഡയറക്ഷൻ കൊടുത്തു എന്നാണ്. ഈ അന്തിമ വിധി വരുന്നതുവരെ കുറ്റപത്രം നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. 2/9/2024 ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജായ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ഓർഡറാണ്. ഞാൻ ആ ഓർഡർ വേണമെങ്കിൽ 2/9/2024 പറയുന്നത് ഇങ്ങനെയാണ്: ആഫ്റ്റർ hearing the parties at length and filing merit in the submission made by petitioner, this honorable court was pleased to pass an oral observation and directed respondent number 4 SFIO to continue its investigation but to file not to file any investigation report under section 212. അല്ല, അത് ഇതിങ്ങനെ പറയേണ്ട കാര്യം തന്നെയില്ല. കാരണം അതറിയോ, ഏതെങ്കിലും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയും ആ കേസിൽ തീരുമാനമാകാതെ കൊടുക്കില്ല. അതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. അതായത് ഇവിടെ നോക്കൂ, രാജ്യത്തെ ഒരു ഹൈക്കോടതി ജഡ്ജി കൊടുത്ത ഒരു ഓറൽ ഡയറക്ഷനെ മറികടക്കേണ്ട രാഷ്ട്രീയ സമ്മർദ്ദം എന്തായിരുന്നു SFIക്ക്? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു. എന്താ കാരണം? ഒന്ന്, രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള എൻട്രി ഒരു റോയൽ എൻട്രി ആക്കണം. അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരക്കഥയിലുണ്ടായിരുന്നു. ഒന്ന്, മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തിൽ നമ്മൾ കണ്ടതല്ലേ, മുനമ്പത്ത് 50 പേരെ ചേർത്ത രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവ്. നമ്പർ 1, അത് ഈ രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കുന്ന ഒരു റോയൽ എൻട്രി ആയിരുന്നു. കേരളത്തിലെ BJP പൊളിറ്റിക്സിൽ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ നീക്കങ്ങൾ തുടങ്ങാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായിരുന്നു. രണ്ടാമത്തേതാണ്, ഈ വിഷയത്തിൽ കേരളത്തെ ആകെ പിടിച്ചുകുലക്കുന്ന SFIO അന്വേഷണം എന്ന് പറയുന്ന ഒരു വാർത്താ തലക്കെട്ട് ആവശ്യമായിരുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു, അതും ഹൈക്കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ടേക്ക്. ഇത് നിർണായകമാണെന്നേ. ഇതത്ര ലളിതമായ ഒരു കാര്യമേ അല്ല. നമ്മുടെ രാജ്യത്ത് എങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇനി 22-ാം തീയതി വരുമ്പോൾ ഇന്നിപ്പോൾ ഇതേപോലെ സോളിസിറ്റർ ജനറൽ അവിടെ കൈയും കെട്ടി നിൽക്കേണ്ടി വരില്ലേ? എന്ത് മറുപടിയാണ് SFI കൊടുക്കുക? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ സോളിസിറ്റർ ജനറൽ കൊടുത്തേനെ. കാര്യം ഈ ചോദ്യം സ്വാഭാവികമായി അവിടെ ഉന്നയിക്കുമല്ലോ. പ്രധാനപ്പെട്ട സബ്മിഷനായിരുന്നു കപിൽ സിബലിൻ്റെ. അപ്പോൾ ഇന്ന് സോളിസിറ്റർ ജനറൽ ഉത്തരം കിട്ടാതെ പോയതുപോലെ വരുന്ന ദിവസങ്ങളിലും SFIOയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഈ ചോദ്യങ്ങൾ CMRLുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ ചോദിക്കുമ്പോൾ, കപിൽ സിബൽ ചോദിക്കുമ്പോൾ ഉത്തരം നൽകാൻ കഴിയുമോ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യ രംഗത്തിലുള്ളതുപോലെ ഭദ്രമായൊരു തിരക്കഥ രണ്ടാം രംഗത്തിലും അത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ വരാൻ കേട്ടോ, ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്ത് പോകുന്നേ ഉള്ളൂ. അതായത് ഈ കൊച്ചി ഹൈക്കോടതിയിലേക്ക് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും കൊച്ചി ഹൈക്കോടതി തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ SFIOയിനകത്തൊരു നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യത, ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടും ഒരു ഓറലായ ഓർഡർ തന്നിട്ടും നിങ്ങളൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ലെറ്റ് കൊച്ചി കോർട്ട് ടേക്ക് എ ഡിസിഷൻ എന്നുള്ള പൊസിഷൻ എടുക്കാം. ഈ വിധി കഴിയുന്നതുവരെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ ഹൈക്കോടതി എടുത്തിരിക്കുന്ന അത് ഡോക്യുമെന്റഡ് അല്ല. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിനെ ഇന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല? അറ്റോർണി ജനറൽ ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെന്നോ ഇല്ലെന്നോ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ ബെഞ്ചിലേക്കാണ് പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിനൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. അതെന്തുകൊണ്ടാണ് BJP അധ്യക്ഷന്റെ വരവിനെ രാഷ്ട്രീയമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു വലിയ സന്നാഹമൊരുക്കലായിരുന്നു അത്. ഇനി ഈ കേസിലെ ഇന്നിപ്പോൾ സ്മൃതി പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കേണ്ടതുണ്ടോ? മുഖ്യമന്ത്രി ഇന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്, അത് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനൊരു കൃത്യമായ രാഷ്ട്രീയ വിശദീകരണം ഇന്ന് കിട്ടി. നമ്മൾ തന്നെ പലപ്പോഴും ചോദിച്ചു, എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ ചർച്ച വരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അതിൽ മാറി നിൽക്കുകയും അദ്ദേഹം വ്യക്തിപരമായി ബിനീഷ് കോടിയേരി ആ കേസ് നേരിടട്ടെ എന്ന തീരുമാനമെടുത്തത്? അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പേര് ഒരു അന്വേഷണ ഏജൻസിയുടെയും റിപ്പോർട്ടിലില്ല. ഇന്ന് ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് PVയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്ലുവൻഷ്യലായ പൊളിറ്റിക്കൽ ലീഡറുടെ മകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇൻഫ്ലുവൻഷ്യലായ പൊളിറ്റിക്കൽ ലീഡറുടെ മകൾ പിണറായി വിജയൻ ആയതുകൊണ്ടും അത് പിണറായി വിജയൻ എന്നുള്ള പരാമർശം, വീണ വിജയൻ സൺ ഓഫ് an influential daughter of a influential political leader എന്ന പരാമർശം വരുന്നത് കൊണ്ട് സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ പേര് വലിച്ചഴക്കപ്പെടുന്ന സാഹചര്യത്തിൽ പാർട്ടി പ്രതിരോധം തീർക്കുന്നു. ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ വിശദീകരണം. അതുകൊണ്ടുകൂടിയാണ് അതിൽ കൂടുതൽ വ്യക്തത. ഇനി ആ വ്യക്തതയുടെ കാര്യമാണ്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ വ്യക്തത വരുത്തേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ 2.7 കോടി രൂപ, അതിൽ 1.72 കോടി രൂപ AMC ആയിട്ടും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആയിട്ടും ബാക്കിയുള്ള 77 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിൽ നിന്ന് ലോണായിട്ടും കൈപ്പറ്റിയ വിഷയത്തിൽ എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത്? ലോണായി ബന്ധപ്പെട്ട വിഷയത്തിൽ സേവനം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ലോണായി അവിടെ നിൽക്കുകയാണ്. അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ടൂ. ഞാൻ മനസ്സിലാക്കുന്നത് എംപവർ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിൽ ഇത് ലോണായി ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇനി EDയുടെ അന്വേഷണം വരാനുള്ള സാധ്യതയില്ല. ലോണായി നിങ്ങൾ
കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണായി കൊടുത്തത് തിരിച്ചടയ്ക്കുക എന്നതാണ്. അത് കമ്പനികൾ ബാലൻസ് ഷീറ്റിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ അത് കള്ളപ്പണമാകില്ല എന്നതാണ് എൻ്റെ നിലപാട്. ഞാൻ മനസ്സിലാക്കുന്നതും അതാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, എന്താ യഥാർത്ഥ സ്മൃതി ഇവിടെ സംഭവിച്ചത്? നമ്മൾ പലപ്പോഴും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുക്കില്ലേ? AMC ഈ സ്ഥാപനത്തിൽ തന്നെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഇല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആയിട്ട് കൊടുക്കുന്നത് കോടികളാണ് പല കമ്പനികൾക്കും. ആ കോടിക്കണക്കിന് ഇപ്പോൾ 1.5 വർഷമായിട്ട് പല നമ്മുടെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. പല ഉപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടില്ല. കേടുപാട് സംഭവിച്ചാൽ ഒരുപക്ഷെ 4, 5, 6 ഇരട്ടി ആകുമായിരുന്നത് കേടുപാടുകൾ സംഭവിക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് പോലെയാണ്. നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ കഴിയുമോ? ആ കമ്പനി നമുക്ക് സർവീസ് തന്നില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രേക്ഷകർക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് നിങ്ങൾ ഒരു TV വാങ്ങുകയാണെങ്കിൽ, ഒരു സ്മാർട്ട് TV വാങ്ങുകയാണെങ്കിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് പോലെയാ. രോഗം വന്നാൽ AMC രോഗം വന്നാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് ചികിത്സ കിട്ടാം. ഇനി രോഗം വന്നില്ലെങ്കിലോ നിങ്ങൾ കൊടുത്ത പണം അഴിമതി പണമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഇവിടെ ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങളൊരു സ്മാർട്ട് TV വാങ്ങുമ്പോൾ, നിങ്ങൾ ഒരു 60,000 രൂപയുടെ സ്മാർട്ട് TV വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ വാറണ്ടി AMC ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. AMC എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 10,000 രൂപ കൂടി അധികം കൊടുക്കണം. നിങ്ങൾ 5 or 6 വർഷം കഴിഞ്ഞ് AMCയുടെ പീരീഡ് കഴിഞ്ഞും നിങ്ങളുടെ TV നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവാം. ആ TV നന്നായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പണത്തെ ഇല്ലീഗൽ പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൊടുത്ത പണത്തിന് അവിടെ GST അടച്ചിരിക്കണം. നോക്കൂ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ആ പണം അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞു. ബാങ്ക് ട്രാൻസാക്ഷൻ വഴി പണം കൈമാറ്റം ചെയ്താൽ അത് ലീഗൽ പണമാവില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു പ്രതിഫലമായ ഒരു സേവനമോ ഗുഡോ നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നികുതി, 18% നികുതി GST അടച്ചതിൻ്റെ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് സേവനം നിങ്ങൾ നൽകിക്കഴിഞ്ഞു എന്നതാണ് രേഖാമൂലം നിയമപ്രകാരം പറയുന്നത്. പിന്നീട് അത് എന്തിനു വിശദീകരിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും മക്കൾ അവർ ഓരോരോ കമ്പനിക്കും കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് ഞാൻ പറയാതെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നമ്മുടെ രാജ്യത്തെ തന്നെ BCCയുടെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നയാൾ എന്ത് സേവനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് കൊടുത്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതങ്ങനെ വിശദീകരിക്കാൻ നമ്മളാരും ആവശ്യപ്പെടുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? അത് GST അടച്ച് നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അതവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ AMCക്ക് ഒരു കരാർ കൊടുത്താൽ AMC കരാറിൻ്റെ പേരിൽ GST നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഇല്ലീഗൽ പേയ്മെൻ്റ് ആയിട്ടോ അത് കള്ളപ്പണമായിട്ടോ കണക്കാക്കാനുള്ള ബുദ്ധി എന്നുള്ളത് വലിയ രീതിയിൽ അബദ്ധത്തിലേക്ക് നയിക്കും. അത് ഒരു തലതിരിഞ്ഞ ലോജിക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 2 ആർഗ്യുമെൻറ്റ്. ഒന്ന്, ഇത് വിശാലമായൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. അത് BJP അധ്യക്ഷൻ്റെ വരവുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റ് ഒരുക്കിയ സാഹചര്യമൊരുക്കി. 2, ഇത് തെലങ്കാന ഡൽഹി മോഡൽ ഒരു കളമൊരുക്കലാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി ഹൈക്കോടതിയുടെ ഓറൽ ഡയറക്ഷനെ മറികടന്ന് SFIO ഇങ്ങനൊരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയതും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും വ്യക്തമായ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവോട് കൂടിയാണ്. 4, ഇതിൽ വലിയ അസംബന്ധമാണ് AMCയുടെ പേരിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നാവശ്യപ്പെടുന്നത്. ഇതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. നമുക്കൊരു ഇടവേള കൂടി വേണം. വെൽക്കം ബാക്ക്. ലക്ഷ്യം പിണറായി എന്നാണ് ചോദ്യം. ആന്റോ? തീർച്ചയായും പിണറായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകളാണ്. അല്ലാതെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തായി ED ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രൊജക്റ്റ് വേണമെങ്കിലും നോക്കിക്കോ, ആ പ്രൊജക്റ്റുകളെല്ലാം പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകളാണ്. അതിനേക്കാൾ അപ്പുറം അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്തും അവരത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഓരോരുത്തരെയും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായ ഏജൻസികൾ പൊളിറ്റിക്കൽ പ്രൊജക്ട്സ് ഏൽപ്പിച്ചിട്ട് തന്നെയാണ് വിടുന്നത്. അതുമായി മുന്നോട്ട് അവർ പോകുന്നു എന്നുള്ളതിനേക്കാളും അപ്പുറം ഒന്നുമില്ല. ഇപ്പോൾ അടുത്തായി SFIO വന്നു. SFIO നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രൊജക്റ്റ് തന്നെയാണ്. ഇന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് പത്രസമ്മേളനത്തിൽ എല്ലാ കാര്യത്തിനും കൃത്യത വരുത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെയും ബിനീഷ് കോടിയേരിനെയും പിണറായി വിജയൻ്റെ മകളായ വീണ വിജയനെയും ഒരേ തുലാസിൽ തൂക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ കോടിയേരിക്ക് മകന് നൽകാതിരുന്ന സംരക്ഷണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾക്ക് നൽകുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളടക്കം മുന്നോട്ട് വെച്ചത്. ഇത് ഇന്നത്തോടുകൂടി ആ കാര്യത്തിന് തീരുമാനമായല്ലോ. ഇനി അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് അത് കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞു എന്നുള്ള. രണ്ടാമത്തെ കാര്യം എന്ത് സർവീസാണ് കൊടുത്തത് എന്നുള്ളതാണ് പിണറായിനോട് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതാര് നടത്തുന്നത്? അത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി എൻ്റെ മകൾ നടത്തുന്ന കമ്പനിയാണ്. ആ
മകൾ നടത്തുന്ന കമ്പനിക്ക് കറക്റ്റായിട്ടുള്ള ബില്ല് കൊടുത്ത സേവനമാണ് കിട്ടിയത്. അതൊരിക്കലും കള്ളപ്പണമല്ലല്ലോ. ഞാനത് കറക്റ്റായി വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു ചോദിച്ചാൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരഴിമതി ആരോപണം നേരിടാതെ ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ മുഖ്യമന്ത്രികൾക്കും 1000 കോടിൻ്റെയും 2000 കോടിൻ്റെയും 5000 കോടിൻ്റെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഏതെങ്കിലും ഒരു, ഇവിടെ 2 പ്രതിപക്ഷ പാർട്ടികളാണ്, ഒന്ന് BJPയും ഒന്ന് കോൺഗ്രസും, രണ്ടും ശക്തമായ രീതിയിൽ പിണറായി വിജയനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ശക്തമായ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ ഇതുവരെ? ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തിനകത്ത് പോലും എമൗണ്ട് ഇല്ല. മനസ്സിലായോ? ഏതെങ്കിലും ഒരു അഴിമതി ആരോപണത്തിൽ ഇത്ര എമൗണ്ടിൻ്റെ ഒരു അഴിമതി നടത്തി എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? അതിന് കാരണം എന്താണ്? അങ്ങനെ ഒരു അഴിമതി നടത്തി എന്നുള്ളത് ഈ പറയുന്ന പാർട്ടികൾക്ക് അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചല്ലോ, CBI അന്വേഷിച്ചു, ഇൻകം ടാക്സ് അന്വേഷിച്ചു, ED അന്വേഷിച്ചു, കസ്റ്റംസ് അന്വേഷിച്ചു. ഈ ഏജൻസികൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ? ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ആ അന്വേഷണ ഏജൻസി രണ്ടാമത് വന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. 77 ലക്ഷം രൂപ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ മകളുടെ കയ്യിൽ നിന്നും ലോൺ വാങ്ങിയെന്ന് പറയുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങനെ ഒരു അഴിമതി നടത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ്. 77 ലക്ഷം രൂപ ലോൺ വാങ്ങേണ്ട ഗതികേടുണ്ടോ? അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സത്യസന്ധമായ ചോദ്യമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, 1,72 ലക്ഷം രൂപ ഈ പറയുന്ന കമ്പനിക്ക് എല്ലാ മാസവും 5 ലക്ഷം മേടിക്കേണ്ട ഗതികേട് പിണറായി വിജയനുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ കാണിച്ചു തന്നാൽ മതി. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കാണിച്ചുകൊണ്ടാ? അങ്ങനെയുള്ള മുഖ്യമന്ത്രി ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അഴിമതി ആരോപണം പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേന്നേ. പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ലോജിക്കും ഇല്ലാത്ത അഴിമതി ആരോപണമല്ലേ ഈ പറഞ്ഞത്? അഴിമതി ആരോപണം ആർക്കും ഇല്ല. അല്ല, അഴിമതി ആരോപണമല്ല കേസിലല്ല. ഞാൻ പറയുന്നത് അഴിമതി ആരോപണം ഇല്ലാത്തതുകൊണ്ടല്ലോ രാവിലെ തുടങ്ങി ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് മനോരമേനെ പിണറായി വിജയൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മനോരമ പത്രം എടുത്ത് വായിച്ച് നോക്കുന്നേ. ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാധ്യമ സ്ഥാപനം നടത്താമെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയാണോ? മാസപ്പടി എന്നുള്ളൊരു വലിയ പേരെടുത്ത് വെച്ചു. എന്നിട്ട് മാസപ്പടി, ഏത് മാസപ്പടി, ഏത് രീതിയിലാണ് മാസപ്പടി എന്ന് പറയാൻ പറ്റുക? പിണറായി വിജയൻ പൈസ മേടിച്ചു. മാത്രമല്ല പിണറായി വിജയൻ പൈസ മേടിച്ചിട്ടുണ്ട്. ഞാൻ വീണ വിജയൻ്റെ കമ്പനീൻ്റെ പ്രശ്നം എന്താണ്? അവരുടെ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ കയറിയിട്ട് എബൌട്ട് എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അടിച്ചു. എബൌട്ട് എന്താണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്? അതെന്താ പറയുക? IT സർവീസാണ് ഒന്നാമത്തെ കാര്യം. അതിന് അടുത്ത എന്താ പറയുക? അതൊരു കൺസൾട്ടിങ് കമ്പനിയാണ്. രണ്ടാമത്തെ കാര്യമാണ് സ്പെഷ്യലൈസിങ് ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സാപ്പ് സൊല്യൂഷൻ. ഇത്രയാണ് അവർ ചെയ്യുന്ന പരിപാടി. അതിൽ കൂടുതൽ എന്ത് സേവനമാണ് കൊടുക്കേണ്ടത്? അവർ ആ സേവനം കൊടുത്താൽ മതി. ആ സേവനം IT സർവീസ് ചെയ്യുന്നുണ്ട്, സാപ്പ് സർവീസ്, ഇതിനകത്ത് അവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ആ കമ്പനി തീരുമാനിച്ചോളൂന്നേ. അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ഇപ്പം നാളെ രാവിലെ പിണറായി വിജയൻ്റെ മകൾ നിങ്ങളുടെ ആരെങ്കിലും ഒരു കമ്പനിയിൽ വന്നിട്ട് പറയുകയാണ്, എനിക്കതാ ഞങ്ങളുടെ കമ്പനി ഇതാണ് ചെയ്യുന്നത്, ഞാനൊരു കമ്പനി തുടങ്ങി, എൻ്റെ കമ്പനി ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ കമ്പനി ഞാൻ ഈ സർവീസ് നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ ഓഫീസുകളിലും കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും ഓരോ IT കമ്പനികളും വന്നിട്ട് ചെയ്യുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കും, നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്യും, എഗ്രിമെൻറ്റ് വെക്കും. എഗ്രിമെൻറ്റ് വെച്ചാൽ പിന്നെ അവർ തരുന്ന ബില്ലിന് അടിസ്ഥാനമായി പേയ്മെൻറ്റ് കൊടുക്കും. ഇതാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ വേറൊരു കാര്യം, ഇതിനകത്തൊരു ചെറിയ ലോജിക്കൽ പ്രശ്നമുണ്ട്. എന്ത് ലോജിക്കൽ പ്രശ്നം എന്നറിയോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന CMR കമ്പനിക്ക് തന്നെ 77 ലക്ഷം ലോണും കൂടെ കൊടുത്താൽ പോരായിരുന്നോ? എന്തിനാ എംപവർ ഇന്ത്യയിൽ പോയി ലോൺ മേടിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത്? അതെന്ന് പറയുന്നത് ഇത് സേവനത്തിന് കിട്ടുന്നത്. ഇതൊരു CMR കമ്പനിയാണ്. ഈ കമ്പനിക്ക് എന്താ പ്രത്യേകത? ഈ കമ്പനി ഗവൺമെൻറ് ആയിട്ടും ഇത് ലിമിറ്റഡ് കമ്പനിയാണ്. അവിടുന്ന് അങ്ങനെ ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ശക്തമായ രീതിയിൽ അത് 2 പ്രത്യേകതയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു കമ്പനി ലോൺ കൊടുത്താൽ ആ വർഷത്തെ ബാലൻസ് ഷീറ്റ് മാർച്ച് 31-ാം തീയതി സബ്മിറ്റ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് എന്താണ് ഈ പൈസ കൊടുക്കാനുള്ളവരുടെയും കിട്ടാനുള്ളതെയും വരവ് വെക്കും. അവിടെ നമ്മൾ ഇത്ര പൈസ ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്ര പൈസ ഞങ്ങൾക്ക് സർവീസ് കൊടുത്തിട്ട് കിട്ടാനുണ്ട്, അത് ഈ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. ഇതേപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ ബാലൻസ് ഷീറ്റിലും ഉണ്ടാവും. ഇത്ര പൈസ ഞാൻ ഇവരോട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഈ SFI അന്വേഷണം വന്ന് ഈ കഴിഞ്ഞ വർഷമല്ലേ? ഇത് ഏത് വർഷത്തെയാണ്? അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ്. അപ്പോൾ SFI അന്വേഷണം വരുന്നുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ട് അവരെ രണ്ടുപേരെയും ബാലൻസ് ഷീറ്റ് എഴുതി വെക്കൂലല്ലോ. ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതല്ലേ? ശുദ്ധമായ നുണ എന്ന് പറയുന്നത് ശുദ്ധമായ നുണയാണ്. ഇത് ഏത് ഏജൻസി അന്വേഷിച്ചാലും എങ്ങനെ അന്വേഷിച്ചാലും ഇത് ശുദ്ധമായ നുണയാണ്. ഈ നുണയെ നമ്മൾ എത്ര രീതിയിൽ വക്രീകരിച്ച് നേരെയാക്കാമെന്നത് നോക്കിയാൽ നടക്കില്ല. കാരണം എന്താണ്? ഇത് ഡോക്യുമെൻ്റായി പോയ സംവിധാനമാണ്. പിന്നെ എന്താണ് അടുത്ത ചോദ്യം? ഇന്നത്തെ പിണറായി വിജയൻ്റെ ചോദ്യം എന്താണ്? നിങ്ങൾ പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി ഈ പണം കൊടുത്തതാണോ? ഇനി അങ്ങനെയാണെന്ന് നോക്കുക. തെളിവില്ലെന്നോ? അതിന് തെളിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് സംസാരിച്ചതിന് തെളിവോ? പിണറായി വിജയൻ ഈ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് പറയുന്നത് പോലെ തിരിച്ച് എൻ്റെ ചോദ്യം എന്താണെന്നറിയോ? പിണറായി വിജയൻ എന്ത് സേവനമാണ് ഇവിടെ ചെയ്തു കൊടുത്തത് തെളിയിക്കാൻ പറ്റണം.
അത് പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പോൾ ഈ അതുകൊണ്ടാണ് കേരള ഹൈക്കോടതിയും 2 വിജിലൻസ് കോടതികളും അതാണ് ഞാൻ പറഞ്ഞത്. അതോടുകൂടിയിട്ട് ഈ പറയുന്ന സംവിധാനത്തെ നശിപ്പിച്ച് അത് ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ മകൾക്ക് ഇനി ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇന്ത്യയുടെ ബാക്കിയുള്ള മുഖ്യമന്ത്രി ബാക്കി 28 സംസ്ഥാനം ഉണ്ടല്ലോ, 28 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ മക്കളെന്താ ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് നോക്ക്. എല്ലാവരും വൻകിട കമ്പനികൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇത് ഒരേ ഒരു കമ്പനി വളരെ തുച്ഛമായ രീതിയിൽ തുടങ്ങി. അതും എവിടെയാണ്? ബാംഗ്ലൂർ പോയി തുടങ്ങി. ഇവിടെ ബഹളം ഉണ്ടാക്കി വിചാരിച്ചിട്ടായിരിക്കും ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ടാവുക. അവരെവിടെയും തുടങ്ങട്ടെ. അവർ ഒരു കമ്പനി കൊടുത്ത് അത് ഇറങ്ങി പൂട്ടിയിട്ടിരിക്കാനുള്ള അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ അച്ഛനായ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള അപവാദം കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതെ, ആ പറയുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിൽ ഇതുപോലെയാണോ കേരളത്തിലെ മറ്റുള്ള സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവരുടെ പിണറായി വിജയൻ്റെ മകൾ പൊളിറ്റിക്സിലേക്ക് വന്നിട്ടില്ലല്ലോ. പിണറായി വിജയൻ്റെ മകൾ കേരളത്തിലെ ഇന്ത്യയിലുള്ള ബാക്കി മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാം ഉപമുഖ്യമന്ത്രി, അതിൻ്റെ മുഖ്യമന്ത്രി, അടുത്ത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ, അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് തുപ്പായം കുഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനെ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇനി നിങ്ങൾ ഈ പറയുന്ന പിണറായി വിജയൻ ഈ രാഷ്ട്രീയം ഉണ്ടാക്കി മുഴുവൻ കൊണ്ട് പിണറായിൻ്റെ മക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ശക്തമായ രീതിയിൽ അവർ പ്രാപ്തിയോടുകൂടി ചെയ്യുന്ന ഒരു ബിസിനസ് അതിൻ്റെ അകത്തുണ്ടാകുന്നത്. ഇനി ഞാൻ പറയാം, ഇനിയിപ്പോൾ നാളെ രാവിലെ ഇത് മാത്രമല്ലേ ഉള്ളൂ. നാളെ രാവിലെ ഇതിൻ്റെ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ മുഴുവൻ ഇനിയിപ്പോൾ ഇവരെന്താ പറയാന്നറിയോ? ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ മേടിച്ച് 77 ലക്ഷം തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞു വരുന്നത്. 77 ലക്ഷം രൂപ നിങ്ങൾ മേടിച്ചല്ലോ, അത് തിരിച്ചു കൊടുത്തില്ല. അത് തിരിച്ചു കൊടുക്കേണ്ടത് ഈ പറയുന്ന 2 കമ്പനികൾ തമ്മിലുള്ള തീരുമാനമാണ്. ഈ കമ്പനികൾ തീരുമാനിക്കുകയാണ് 5 വർഷത്തേക്ക് പലിശരഹിത വായ്പ തരാം എന്ന് തീരുമാനിച്ചാൽ ആ പൈസ 5 വർഷം കൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ സോഫ്റ്റ്വെയർ എടുത്തിട്ടുള്ള അനുസാരം നേരത്തെ പറഞ്ഞ പോലെ എത്ര സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എടുത്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറാണ്, നിങ്ങൾക്കറിയാം, ഈ റൺഡൗണൊക്കെ സെറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ എടുത്ത സമയത്ത് ഞാൻ വരുന്ന 5 വർഷത്തേക്ക് AMC ചെയ്തു. എനിക്കറിയാം ആദ്യത്തെ 3 വർഷം ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ഒരു നഷ്ടവും വരാനില്ല എന്നുള്ളത്. പക്ഷേ അവസാനത്തെ 2 വർഷം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ 2 വർഷമായി, അടുത്ത 3 വർഷം, 4ാമത്തെ വർഷവും 5ാമത്തെ വർഷവും ഈ പറയുന്ന AMC ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ 3 വർഷം ഉണ്ടാകുന്ന നഷ്ടം വലിയ രീതിയിൽ ഇവിടെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ 5 വർഷത്തെ സേവനം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്കിനി എന്താണ് ഇവരുമായിട്ട് ഡീലെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഉണ്ണിസാർ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്താണ്? 195 കോടി രൂപ വേണ്ട, 13 പ്രതികളുണ്ട്. അതിൻ്റെ അകത്ത് 11ാം പ്രതിയായ വീണ വിജയനെ മാത്രം മതി. വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും ചർച്ചയില്ല. നാളത്തെ ഹെഡിങ്ങുകൾ മുഴുവൻ വീണ വിജയൻ്റെ മാത്രമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചും ഒരാലോചനയില്ല. 5 കമ്പനികളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. 5 കമ്പനികൾ അല്ലേ? 2ാം പ്രതി തുടങ്ങിയിട്ട് 6ാം കമ്പനി 6ാമത് വരെയുള്ള എംപവർ, അതേപോലെ CMRL, KRML, അതെ 6 കമ്പനിയാണുള്ളത്. ഈ 6 കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് വെച്ച കമ്പനികളുണ്ടല്ലോ. ഞാൻ വെല്ലുവിളിക്കാം, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീറ്റെയിൽ പുറത്തുവിടാൻ തയ്യാറുണ്ടോ? ഒരു കമ്പനി പുറത്തുവിടാം. എന്തുകൊണ്ടാണ് വീണ വിജയൻ? അത് വീണ വിജയനെ ആക്കാൻ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ്. അത് വേട്ടയാടൽ മാത്രമാണ്. അത് BJPയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അടുത്ത പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. അത് 2 ആൾക്കാർ മനസ്സിലാക്കിക്കോളൂ. ഇത് 1ാമത്തെ ആൾ CPMൻ്റെ അടുത്തേക്കാണ് എത്തുന്നതെങ്കിൽ അത് വന്നു നിൽക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ അടുത്തായിരിക്കും എന്നുള്ളതാണ്. ലക്ഷ്യം പിണറായി എന്ന ചോദ്യത്തിന് ലക്ഷ്യം പിണറായി എന്ന് 4 പേരും.